രാധേ കൃഷ്ണ. ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 6 ഓഫ് കപ്പ് എന്ന കാർഡാണ്. ഒരുപക്ഷേ നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒക്കെ നിങ്ങളെ തേടി വന്നേക്കാം എന്നുള്ള ഒരു സൂചന ഇവിടെ നൽകുന്നുണ്ട്. അങ്ങനെ അവരുമായി ഒന്ന് ബന്ധം പുതുക്കാൻ, അവരുമായി പഴയ ബന്ധങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ടും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ പുതുക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയകാല മുറിവുകൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതിൻ്റെയും പറ്റുമെങ്കിൽ അതെല്ലാം ഒന്ന് എല്ലാ പഴയകാല കുട്ടിക്കാല സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കണ്ട് അവരോടൊക്കെ സംസാരിച്ച് മനസ്സിൻ്റെ ഭാരമൊക്കെ ഇറക്കി വെച്ച് അങ്ങനെ നന്നായി മനസ്സിനെ റീഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെയാണ് ഇന്നത്തെ എനർജി സൂചിപ്പിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്പ് എന്ന കാർഡാണ്. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തൊക്കെ നൽകി എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതിന് പകരം നിങ്ങൾ താല്പര്യമില്ലാതെ കിട്ടിയ അവസരങ്ങളിലൊന്നും താല്പര്യം കാണിക്കാതെ അതൃപ്തിയോടെ, വിരസതയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചെയ്യാതെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളിൽ തൃപ്തി കണ്ടെത്താനും അങ്ങനെ നന്നായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ അനാവശ്യമായി ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അനാവശ്യമായി കൂടുതൽ ചിന്തിച്ച് മനസ്സിനെ വിഷമിപ്പിക്കാതെ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദിയോടെ ശ്രദ്ധിച്ച് ജീവിക്കാനാണ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, എന്ത് ആക്ഷൻ എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ വന്നത് കിങ് ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. അതായത് നിങ്ങൾ വളരെയധികം നിങ്ങൾ വ്യക്തിപരമായും നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായും വളരെയധികം നിങ്ങളുടെ മേഖലകളിൽ വളരെയധികം ജ്ഞാനമുള്ള വ്യക്തിയാണ്, വളരെയധികം അറിവുള്ള വ്യക്തിയാണെന്നും അങ്ങനെയുള്ള നിങ്ങളുടെ അറിവുകളെയും അതായത് ജ്ഞാനത്തോടും വ്യക്തതയോടെയും സ്ഥിരമായ ഘടനയോടെയും മുന്നോട്ട് ശ്രദ്ധിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് വിജയം തീർച്ചയായും ഉണ്ടാകുമെന്നത് സൂചനയാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്നത്. താങ്ക് യു.